മലയാളികളുടെ സംരംഭമായ എയർ കേരളയുടെ ആദ്യ വിമാനം ജൂണിൽ കൊച്ചിയിൽ നിന്നും പറന്നുയരും. കുറഞ്ഞ നിരക്കിൽ വിമാനയാത്ര സാധ്യമാകുമെന്ന വാഗ്ദാനവുമായി എയർ കേരള 2027ഓടെ ഗൾഫ് മേഖലയിലേക്ക് വിമാന സർവീസ് ആരംഭിക്കാനാകുമെന്ന കണക്കൂട്ടലിലാണ് കമ്പനിയുള്ളത്. അഭിമാനകരമായ പുതിയ തുടക്കമെന്നാണ് മന്ത്രി പി രാജീവ് വിശേഷിപ്പിച്ചത്. ആഭ്യന്തര ടൂറിസത്തിന്റെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് മലയാളികളുടെ സംരംഭമായ എയർ കേരള ജൂണിൽ പറന്നുയരാൻ ഒരുങ്ങുന്നത്. കൊച്ചിയിൽ നിന്നാകും ആദ്യ സർവീസ്. ദക്ഷിണ മധ്യ ഇന്ത്യയിലെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന സർവീസുകളിലാണ് എയർ കേരള ആദ്യം ശ്രദ്ധയൂന്നുക. വിമാന കമ്പനിയുടെ ഹബ്ബായി കൊച്ചി വിമാനത്താവളത്തെ പ്രഖ്യാപിച്ചു. സേവനത്തിന്റെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ താങ്ങാവുന്ന ടിക്കറ്റ് നിരക്കാണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് കമ്പനി. Fingers crossed. Our target is to reach that 20 aircraft number in 2 years' time. And once we reach there, we'll apply for international. And we would do that by 2027. And with the monsoon, we will start our operation. 76 സീറ്റുകളുള്ള ATR വിമാനങ്ങളാണ് സർവീസിന് ഉപയോഗിക്കുന്നത്. 2 വർഷത്തിനകം വിമാനങ്ങളുടെ എണ്ണം 20 ഉയർത്തി ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസും എയർ കേരള ലക്ഷ്യമിടുന്നുണ്ട്. കേരളത്തിനിത് അഭിമാന നിമിഷമെന്ന് മന്ത്രി പി രാജീവ്. എയർ കേരള ഒരു പുതിയ തുടക്കമാണ്. അതിനെ മുൻകൈയെടുത്ത മലയാളി സംരംഭക സമൂഹത്തെ ഞാൻ ആദ്യം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പരമാവധി ടൂറിസ്റ്റ് സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായി ഇത്തരത്തിലുള്ള സർവീസുകളും എങ്ങനെയൊക്കെ ക്രമീകരിക്കാൻ കഴിയും എന്നത് സർക്കാരും പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ആഭ്യന്തര വിമാന സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ വാഗ്ദാനം ചെയ്യുന്നതോടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് ബസ്, ട്രെയിൻ വഴി യാത്ര നടത്തുന്നവരെ വിമാനയാത്രയിലേക്ക് ആകർഷിക്കാനാകുമെന്നും കണക്കുകൂട്ടുന്നുണ്ട്. MP, MLA മാർ, സിയാൽ ഡയറക്ടർ, എയർ കേരള പ്രതിനിധികൾ എന്നിവർ കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.